Hello guys, welcome back to my YouTube channel. Last day. ഇന്ന് വൈകുന്നേരം ഞങ്ങൾ തിരിച്ച് ബാംഗ്ലൂരിൽ പോകും. അതിന് മുന്നേ we are going to temples. മൂന്ന് അമ്പലത്തിൽ പോകുന്നുണ്ട് അല്ലേ പങ്കു? 3 temples are going. ആദ്യത്തെ ടെമ്പിൾ where we are going? താജൂർ ശ്രീ ദുർഗാദേവി ക്ഷേത്രം. അത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തായിരുന്നു. പക്കത്ത് മനെ ജസ്റ്റ് വണ്ടി പോയാൽ 2 minutes, നടന്നു പോയാൽ 20 minutes ഗൈസ്. നല്ല മനുഷ്യൻ വേർത്ത് ചത്ത് പിന്നെന്താണെന്നും അറിയത്തില്ല. ഇപ്പം തോന്നും പെട്ടെന്ന് ബാംഗ്ലൂർ എത്തിയാൽ മതിയെന്ന്. ബട്ട് യെസ്റ്റർഡേ നൈറ്റ് വാസ് നൈസ്. സൂപ്പർ. നിങ്ങൾ ക്ലിപ്പിംഗ് എല്ലാം കണ്ടു കാണുമല്ലോ, എന്നെല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല, ബിക്കോസ് ലൈറ്റിലായിരുന്നു. ഫസ്റ്റ് ഓഫ് ഓൾ ഫുള്ള് ഡാർക്ക് ആയിരുന്നു. സോ ഐ കുഡ് നോട്ട് കൺക്ലൂഡ് ദ വീഡിയോ. ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പം അമ്പലത്തിൽ പോയിട്ട് കാണാം. അമ്പലത്തിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല, ബട്ട് സ്റ്റിൽ എ ഗ്ലിംപ്സ് ഓഫ് ദ ടെമ്പിൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരിക്കും. ഞങ്ങളങ്ങനെ അമ്പലത്തിലെത്തി ഗൈസ്. See, this is the temple. ഇവിടെ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു, ചെരുപ്പ് ഇട്ടിട്ട് ടെമ്പോ ചുമ്മാ സൗണ്ട് ഉണ്ടാക്കി കോളുക വണ്ടി വെച്ചിട്ട്. അതാണ് അമ്പലം. എൻ്റെ അകത്തൊരു വീഡിയോ എടുക്കാൻ പറ്റില്ല, പക്ഷേ ഇത്രയും ജസ്റ്റ് എ ഗ്ലിംസ്. ഓക്കെ, ഇതാണ് ഗൈസ് അമ്പലത്തിൻ്റെ അകഭാഗം. ഇത് പ്രോപ്പർ അകഭാഗം എന്ന് പറയുന്നത് ഇവിടാണ്. ഇതിൻ്റെ അകത്താണ് ദേവി ഉള്ളത്. ഇവിടെ സർപ്പക്കാവ്. ഓ, ഞങ്ങളകത്തോട്ട് പോകട്ടെ. ഇതാണ് സർപ്പക്കാവ്. പങ്ക് മുന്നേ പോകുന്നുണ്ട്. സർപ്പക്കാവ്. ഭക്തി തിരിച്ച് നമ്മൾ അങ്ങോട്ടാകണം. ഫ്രണ്ട് ഇതെല്ലാം എടുത്ത് തിരിച്ച് നമ്മൾ പോകുന്നത് ഹരിപ്പാട്ട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ഹരിപ്പാട് ടെമ്പിൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ. ഹരിപ്പാട് അമ്പലത്തിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട്, ആ സാധനങ്ങളൊക്കെ സൂപ്പറാണ്, അടിപൊളി. മസ് stay tuned there. Bye. ഓൾറെഡി ഇത് കണ്ടു കാണും. അന്ന് വണ്ടി പൂജിക്കാൻ കൊണ്ടുപോയില്ലേ? വണ്ടി പൂജിക്കാൻ നമ്മൾ ഇവിടെ കൊണ്ടുവന്നില്ലല്ലോ. നമ്മൾ ഈ റോഡിൽ കൂടല്ലേ പോയത്. കറക്റ്റ് എല്ലാം എല്ലാത്തിനും സമയത്തുള്ളൂ. കറക്റ്റ്.
അപ്രോക്സി 50 എത്ര ഏക്കർ കാണും? ഓൾമോസ്റ്റ് 2 ഏക്കറിനടുത്തുണ്ട്. It's very huge, guys. പീകോക്കിനെ കാണാൻ പോവാ. പീകോക്കിന് എന്താ? ബാംഗ്ലൂരിലുണ്ടല്ലോ ഇഷ്ടം പോലെ. അയ്യത്തോ കാണാമല്ലോ. ആ നമ്മുടെ ഇത് കൂട്ടിനകത്ത് ഇറക്കുന്ന മയില് ഇനി കാണത്തില്ലേ? എത്ര വയസ്സ് കാണും അപ്രോക്സ് ഈ മയിലിനൊക്കെ? ഇത് പുതിയതാന്ന് തോന്നുന്നില്ല, പഴയതൊക്കെ എന്ത്? Guys, the beauty of the temple. ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഹരിപ്പാട്. Announcement by Prasanna Kumar. Cameraman Nila. Nice. ഇന്നലെ എന്തോന്ന് കൊടിയേറി ഇവിടെ. ഇവിടെ നിന്ന് പോവാണ് ഗൈസ്. അച്ഛാ ഇന്നലെ അല്ലേ ഇവിടെ കൊടിയേറിയേ? വിഷുവിനാണ് ഇവിടുത്തെ കൊടിയേറ്റ്. ഇവിടെ 10 ദിവസത്തെ ഉത്സവമാണ്. കൊടിയേറി കിടക്കുകയാണ് അമ്പലം. പക്ഷെ നമ്മൾ 10 ദിവസം കാണത്തില്ല. നമ്മൾ ഇന്ന് വൈകുന്നേരം പോവുകയാണ് ഗൈസ്. ഓക്കെ ചെയ്ത് നോക്കോ. ഇദ്ദേഹത്തിൻ്റെ ഒരു ഹോട്ടലിൽ ഇദ്ദേഹത്തിന് പരിചയമുള്ളവർ ഒത്തിരി പേരുണ്ടായിരുന്നു. വീട്ടിലും ആര്? തുടങ്ങി വിവിധ തരം ഞങ്ങൾ ഹരിപ്പാട് അമ്പലത്തിൽ നിന്ന് ഇറങ്ങി ഞങ്ങളിപ്പോൾ മണ്ണാശാലയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഹിയർ ഇസ് ദ മണ്ണാശാല ടെമ്പിൾ. പുറകില് ഉപഭോക്താക്കൾക്ക് ആവശ്യ വണ്ടി വരുന്ന അഡ്വർടൈസ്മെന്റ്, അതിന്റെ സൗണ്ടാണ് ഗൈസ്. പ്ലീസ് എക്സ്ക്യൂസ്. ബീച്ച് മണ്ണാശാല. ഇതാണ് ഗൈസ് അമ്പലം. ഇതാണ് അമ്പലം. അകത്തോട്ട് വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല, എന്നാലും പുറത്തുനിന്ന് ഞാൻ വീഡിയോ എടുക്കുവാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ 2 ഫേമസ് ആയിട്ട് അമ്പലത്തിലാണ് നമ്മൾ പോയത് മുന്നേ. ഒരെണ്ണം ഹരിപ്പാട് അമ്പലം, അത് കഴിഞ്ഞിട്ട് മണ്ണാശാല അമ്പലം. കോർത്തി പോയി കാല് കഴിയാം ഗൈസ്. കര കര കുളം കുളം കര കര കുളം. ജസ്റ്റ് മനയ്ക്ക് തെന്നുന്നുണ്ട് കേട്ടോ നല്ല രീതിയിൽ. എൻ്റെ മണ്ടിക്കിട്ട് വെള്ളം കുരുവിക്കുന്നു. എന്താ ഒരു തണുപ്പ്. ക്ലിയറായിട്ടാണ് വരുന്നുണ്ടോ? ആ വളം കണ്ടോ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങുവാണ് ഗൈസ്. പിന്നെ അടുത്തത് നമ്മൾ എവിടെ പോകുന്നു എന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ലെനീസ്
Direct lunch. No, we are going to have breakfast, bro. Huh? Breakfast. No, direct go. I don't have stamina. I'll fall here early. The stamina, everything is good. വിശന്നിട്ട് ഒരു തരത്തിൽ വയ്യ, പോയി വല്ലതും കഴിക്കണം. ലഞ്ച് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇസ് മസ്റ്റ്. പിന്നെ മാത്രം നല്ലത് വേറെ കഴിയുന്നില്ല. നല്ലയിടം കാണിച്ചില്ലേ നിങ്ങളെ? എത്ര കാണിക്കാൻ പറ്റത്തുള്ളൂ. വേറെ ഇവിടെ അകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ തീർന്നു. ഞാൻ കാണിച്ചതാണ്. അകത്തോടൊന്നും എടുക്കാൻ പറ്റത്തില്ല. അവരെൻ്റെ ഫോണും കൊണ്ട് പോകും. പിന്നെ അവർ കേസാക്കും. തീർന്നു. ഞാൻ ജയിലിലാവും. അനീഷ് എന്നെ ഇറക്കാൻ വരും. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാം. നല്ല തന്ത പുണ്യം ചേട്ടാ ഇത് ഇവിടുത്തെ തന്ത കിട്ടണമെങ്കിൽ. മോളെ ജയിലിൽ വെക്കും. ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാതെ. ഓക്കെ, ഞങ്ങൾ ഫുഡ് കഴിക്കുന്നിടത്ത് പോയിട്ട് കാണാം. ബൈ. ഇവിടെയാണ് കഴിച്ച് ഞങ്ങൾ വന്നേക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. ഞങ്ങൾ ചപ്പാത്തി മുട്ടക്കറി ഓർഡർ ചെയ്തു. ചപ്പാത്തി മുട്ടക്കറി ഞങ്ങൾ ഓർഡർ ചെയ്തു. മന്തി ഇതുവരെ കഴിച്ചത്. എനിക്ക് മന്തി കഴിക്കണമെന്നുണ്ട്. ബട്ട് നോ ലക്ക്. അന്ന് 3 ദിവസം അമ്പലത്തിൻ്റെ ആയിരുന്നു. ഒരു വട്ടം പോലും കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. ഉച്ചയ്ക്ക് മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നോക്കാം. വിൽ യു ബൈ ആൻഡ് ഗിവ് മീ? വിൽ യു ടേക്ക് മീ മന്തി? പണ്ടാതെയായിട്ടും ദൈവത്തിനാണ് ഉച്ചക്കലത്തെ മൂടിൻ്റെ തൊട്ടിരിക്കും. ഉച്ചക്കലത്തെ മൂടിൻ്റെ തൊട്ടിരിക്കും. മേടിച്ചിട്ട് വലിയുണ്ട്. സോ വേർക്കുന്നു. ഫുഡ് വന്നിട്ട് കാണാം ഗൈസ്. ബോയ്, ഞങ്ങളുടെ ഫുഡ് വന്നു ഗൈസ്. കഴിച്ചിട്ട് കാണാം. ബായല്ലോ. ബായ് ഗൈസ്. ഞങ്ങൾ തിരിച്ച് രാധമ്മയുടെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ വീട്ടിൽ പോവാണ് ഗൈസ്. വൈകുന്നേരം പോവല്ലേ. സോ ഞങ്ങൾ യാത്ര പറയാമെന്ന് വിചാരിച്ച് പോവാണ്. എൻ്റെ ഇടയ്ക്ക് പറ ഗൈസ്. പക്ഷെ നമുക്ക് പറ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. ഇവിടെ കുടയും പിടിച്ചിട്ട് ആൾക്കാർക്കൊന്നും കൊണ്ട്. പക്ഷെ പറ 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 വേറെ വീട്ടിനകത്തുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. കാണാൻ പറ്റില്ല ഗൈസ്. ഫ്ലോപ്പായി ഗൈസ്. ഈ അനീസ് പറഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. പക്ഷേ എല്ലാം ഫ്ലോപ്പായി. നമ്മുടെ സ്കൂള് ലവ് കാണിക്കുന്നത് എല്ലാവരും മടക്കി വെക്കുന്നത്. ഞാൻ വെച്ച് തരാം. വാ ഇനി വാ. നീ ഞാൻ വെച്ച് തരാം. പോയി മോൻ കാണിച്ചേ. നീ ചെന്നേ. ഇത് ഇനി വന്നേ. മോണി വന്നേ. കാണിക്കാം മാമൻ. മാമനോ അപ്പൂപ്പൻ? ഇങ്ങനെ നോക്കണം. ഇവന്റെ ഫോട്ടോ ഇടും. വെച്ചേക്ക് നോക്ക്. നീ കാണിത് ഇങ്ങനെ കാണിത് ഇങ്ങനെ. സ്പൈഡർമാൻ എങ്ങനെ കാണിക്കുന്നത് വെച്ചു? ആ അങ്ങനെയാണ്. എന്റെ കാര്യം കൊണ്ടിട്ട് മൂന്നോ എവിടെ കുരുങ്ങിയടാ? എവിടെ എന്റെ കയ്യിലത്തിന് ചുറ്റിയ നീ നോക്കൂ. ചുറ്റിട്ടേക്കുണ്ടോ? അത് അഴിക്ക്. എങ്ങനെ അഴിക്കുന്നേ? ആ ഡോർമേണ്ട അതൂടെ ഉള്ളു. അയി വേണ്ട. ഈ ഒരെണ്ണം കൂടെ ഉണ്ട്.
ആ വിരൽ നോക്കാൻ പറ്റത്തില്ല. നീ നോക്കോ? തീരും. വെള്ളത്തിലെന്ന് പറഞ്ഞ് നടക്കുവാ. അവൻ ഭംഗിയാ. ഇവന്മാർക്കൊക്കെ പനിയാന്ന് ആരാ പറഞ്ഞേ? കണ്ണടിക്കുന്നില്ല നോക്കി. അതാരാ വിളിക്കുന്നേ? അതാരാ വിളിക്കുന്നേ? അതാരാ വിളിക്കുന്നത് അവിടെ? മരുന്ന് പിടിച്ചിട്ടാ? മരുന്ന് പിടിച്ചിട്ടാ? നീ നല്ലതാ, ഭയങ്കര നല്ലതാ. അമ്പു കിച്ചേ അമ്പു എന്താ വിളിക്കുന്നേ? പൊട്ടാണോ? പിന്നെ അമ്പു ചിറ്റേന്ന് വിളിച്ചേ? അയ്യോ ചിറ്റേ. അപ്പോൾ ഗൈസ് ഞാൻ എല്ലാം പാക്ക് ചെയ്തു. ഇപ്പം പോകാനുള്ളൊരു പുറപ്പാടിലാണ് ഞങ്ങൾ രണ്ടുപേരും. സോ അച്ഛൻ ഇവിടെ ഇല്ല. അച്ഛൻ്റെ വീട്ടിലോട്ട് പോയി. അവിടെ പിന്നെ ക്യാനൊക്കെ കൊടുക്കണമായിരുന്നു, വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. സോ ബാലൻസ് വെള്ളവും പിന്നെ ക്യാനും ഉണ്ടായിരുന്നു. സോ അത് കൊടുക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഞാൻ വീഡിയോ എടുത്തില്ലായിരുന്നു ഫുഡ് കഴിക്കാൻ അച്ഛൻ മുമ്പേ പറഞ്ഞായിരുന്നു മന്തി മേടിച്ചു തരാമെന്ന് വേണ്ടി പറഞ്ഞായിരുന്നു കേട്ടോ. അന്നേരം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ. ഞാൻ പറഞ്ഞില്ലേ അച്ഛൻ്റെ മൂഡിനനുസരിച്ചിരിക്കുമെന്ന് മന്തി മേടിച്ചു തരുന്നതൊക്കെ. ഒന്നും നടന്നില്ല ഗൈസ്. എനിക്ക് മന്തി പോയിട്ട് ഒരു സാധനം പോലും മേടിച്ചു തന്നില്ല എൻ്റെ അച്ഛൻ. മന്തി ചിക്കൻ്റെ ഒരു ഐറ്റം പോലും ഞാൻ തിന്നില്ല ഗൈസ്. ഞാൻ വേർക്കുന്ന കണ്ടു. എനിക്ക് കേരളം ഒരിക്കലും സെറ്റാകത്തില്ല. ഞാൻ വേർത്തൊഴുകുകയാണ് ഞാൻ ഇവിടുന്നിട്ട്. അയ്യോ ഒരു തരത്തി വയ്യ. അപ്പോൾ ഉച്ചയ്ക്ക് വന്നിട്ട് ഞങ്ങൾ നോർമൽ സദ്യയുടെ കൂടെ ഒരു ഫുഡ് ഫുള്ളായി കഴിച്ചു. അവിയലും തോരനും പിന്നെ നോർമൽ നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ് കഴിച്ചു, നോർമൽ വെജിറ്റേറിയൻ. അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം 1 hour ഞങ്ങൾ ഉറങ്ങി. 1 hour ഉറങ്ങി കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4:30 ആയി. ഞാനെല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞു. പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ നേരെ സ്റ്റേഷനിലോട്ട് പോകും. അത് കഴിഞ്ഞിട്ട് ബാംഗ്ലൂർ തന്നെ കംപ്ലീറ്റ്ലി. അതിന് കുറച്ച് സമാധാനമുണ്ട്. പക്ഷേ എല്ലാവരെയും ഞാൻ മിസ് ചെയ്യും. മെയിൻലി എൻ്റെ ചേച്ചിയുടെ 2 മക്കൾ, 2 ചേച്ചിമാർ, 2 മക്കളോട് സോ ക്യൂട്ട്. ആൻഡ് അവരോട് കുറച്ച് സമയം എനിക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും ദാറ്റ് വിൽ ബി ദ ബെസ്റ്റ് മെമ്മറീസ് ടു റിമെമ്പർ ഓൾവേസ് എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് ഐ എം നോട്ട് ഗോയിങ് മിസ് ദിസ് ക്ലൈമറ്റ് ടു ബി ഹോണസ്റ്റ്. ഈ ക്ലൈമറ്റ് ഞാൻ ഒരിക്കലും മറക്കില്ല ടു ബി ഹോണസ്റ്റ്. എനിക്കറിയാം കേരളത്തിൽ ഇത്രയും ചൂട് കാണും, ഇത്രയും ഞാൻ സ്വെറ്റ് ചെയ്യും. ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കൈ 24/7 ഇറ്റ് വിൽ ബി സ്വെറ്റിങ്. അത് കുഞ്ഞിലെ മുതലുള്ള ഒരു ഇതാണ്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ബിലോ, ഓക്കെ? എനിക്ക് അങ്ങനത്തെ രസമുണ്ട്. ഐ ഓൾവേസ് സ്വെറ്റ് എ ലോട്ട്, ഓൺലി മൈ പാംസ്. സോ അത് കൂടാതെ ഞാനിവിടെ വന്നു കഴിഞ്ഞിട്ട് എൻ്റെ കൈ ആണെങ്കിൽ അത്രയും വേർക്കുന്നില്ല. പക്ഷെ എൻ്റെ തലയും മുഖമൊക്കെ ഇറ്റ്സ് ലൈക്ക് എവിടെ നിന്നൊക്കെയോ വെള്ളം പോന്നു. എനിക്ക് തന്നെ അറിയുന്നില്ല. ലൈക്ക് വാട്ട് ഇസ് ദിസ്? ഞാൻ കുളിച്ചാലും ഐ എം ലൈക്ക് സ്വെറ്റിങ് എ ലോട്ട്. ഞാൻ വിചാരിച്ചു ഞാൻ പിന്നെ കുളിക്കുന്ന എന്തിനാ? കുളിച്ചിട്ട് ഇറങ്ങിയാലും പിന്നെ ഇത് തന്നെ അവസ്ഥ. ഒഴുക്ക്
മുടിന്നൊക്കെ വെള്ളം ഇങ്ങനെ ഒലിച്ചൊലിച്ച് താഴോട്ട് വരും. എൻ്റെ മുടിയും ഒരുമാതിരി സ്വെറ്റെല്ലാം കൂട്ടിയിട്ട് ഭയങ്കര വാട. എനിക്ക് സഹിക്കാൻ പോലും പറ്റുന്നില്ല. എങ്കിലും ബാംഗ്ലൂർ ചെന്നിട്ട് ഫസ്റ്റ് തല കഴിച്ച് കഴിയണം, പീസായിട്ട് ചെയ്യണം. അവിടെയും ചൂടുണ്ട്, ഞാൻ പറയുന്നില്ല അവിടെ ചൂടില്ലെന്ന്. പക്ഷേ ഞാൻ ബാംഗ്ലൂർ നിൽക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു ഇതെന്താ ഇത്രയും ചൂടെന്ന്. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം എൻ്റെ പൊന്നോ, ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ് സോ ഹാർഡ്. ഐ ഫീൽ ലൈക്ക് ഐ എം സ്റ്റേയിങ് ഇൻ തമിഴ്നാട് ഓർ സംതിങ്. അത്രയും ഹോട്ടുണ്ട് ഇവിടെ, സീരിയസ്ലി ടു ബി ഹോണസ്റ്റ്. ചിലപ്പം ഇവിടെ ഉള്ളവർ നോർമലായിട്ട് അവർ സ്വെറ്റ് പോലും ആവുന്നില്ല. എനിക്ക് എന്താണെന്നറിയത്തില്ല, എനിക്ക് ഇവിടുത്തെ ക്ലൈമറ്റ് സെറ്റ് ആവാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് എന്താണെന്നറിയത്തില്ല. എന്തായാലും സൂപ്പർ. അച്ഛൻ പറഞ്ഞ്, അച്ഛനും ഭയങ്കരമായിട്ട് സ്വെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അച്ഛൻ പറഞ്ഞ് സ്വെറ്റ് ചെയ്യുന്നത് നല്ലതാ, ശരീരത്തിന് നല്ലതാ എന്നൊക്കെ പറഞ്ഞു. പറഞ്ഞു എൻ്റെ അമ്മ ശരീരത്തിന് നല്ലതാണെങ്കിലും ഞാൻ ഇത്രയും ഇതിനെ സ്വെറ്റ് ചെയ്യുന്ന തോന്നുന്നു. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ എൻ്റെ കയ്യിൽ നിന്നെല്ലാം നല്ലപോലെ വെള്ളം പോകുന്നുണ്ട്. ഞാൻ കുടിച്ചിട്ട് പിന്നെ എൻ്റെ തലയിൽ നിന്നെല്ലാം വെള്ളം പിന്നെ പൊക്കോണ്ടേ ഇരിക്കുമല്ലോ. എനിക്കൊരുമാതിരി വന്നു, എനിക്ക് ഇറിറ്റേറ്റ് ആയിട്ടൊരു തരത്തി വയ്യ ടു ബി ഓണസ്റ്റ്. ഞാൻ ഉച്ചക്കലത്തെ വീഡിയോ എന്താ എടുക്കാഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുള്ള് തിരക്കായിരുന്നു ഗൈസ്. അത് ചെറിയൊരു വീട്ടിലെ ഊണെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ചെറിയൊരു ഷെഡായിരുന്നു. സോ അവിടെ ഇഷ്ടംപോലെ ആൾക്കാർ, തിങ്ങും തിരങ്ങാൻ സ്ഥലമില്ലായിരുന്നു. സോ അത്രയും ആൾക്കാരുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കാൻ മെയിൻലി. അല്ലാതെ ഞാൻ വീഡിയോ എടുത്തേനെ. നിങ്ങൾ എല്ലാത്തിൻ്റെയും വീഡിയോ കണ്ടു കാണുമെന്ന് തോന്നുന്നു. അമ്പലത്തിൻ്റെ ആയിക്കോട്ടെ, മണാശാലയിലായിക്കോട്ടെ, ഹരിപ്പാട് ആയിക്കോട്ടെ, എല്ലാത്തിലെയും മെയിൻ ക്ലിപ്പിങ്സ് എല്ലാം ഞങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എന്താ വെച്ചാൽ ഞാൻ അകത്തോട്ട് ഇൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ അവിടെ കുറേ റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുമല്ലോ. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾക്ക് ഹരിപ്പാട് മണാശാലയൊക്കെ അറിയാവുന്ന ആൾക്കാർക്കെല്ലാം നിങ്ങൾക്ക് നോർമലി അറിയാമല്ലോ അകത്തെ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഇത്രയൊക്കെ അലോ ചെയ്യത്തുള്ളൂ. സോ അങ്ങനത്തെ ഒക്കെ ഒരു കണ്ടു എനിക്ക് വയ്യ. എന്തായാലും ഇപ്പം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഫാൻ ഓഫ് ചെയ്തേ ഉള്ളൂ. ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് റെയിൽവേ സ്റ്റേഷൻ, ഹായ് സൺകിസ്. അപ്പോൾ ശരി ഗൈസ്, ഞാൻ നേരത്തെ വീഡിയോസിലൊന്നും ഉണ്ടായിട്ടില്ല. പ്ലീസ് ഷെയർ, സബ്സ്ക്രൈബ്, ആ ബെല്ലൈക്കൻ അടിച്ചു പൊട്ടിക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ ആ 3 വീഡിയോനും ചേർത്ത് പ്ലീസ് ഡു ഇറ്റ്, ഓക്കെ? എന്താണെന്നറിയില്ല, എനിക്ക് വീഡിയോ എടുക്കാൻ നിങ്ങൾ കാണുന്നവർ വിചാരിക്കും കൊച്ചെന്തിങ്ങനെ വീഡിയോ ഒക്കെ ഇടുന്നതെന്ന്. പക്ഷേ സത്യം പറയാലോ, എനിക്ക് വീഡിയോ ഇടാനോ എഡിറ്റിങ്ങിൻ്റെ പരിപാടി ഒന്നും എനിക്കറിയത്തില്ല. ടു ബി ഹോണസ്റ്റ്, ഒരു പരിപാടി എനിക്കറിയത്തില്ല. എല്ലാം പഠിക്കണം, പഠിച്ച് വരണം. ന്യൂ ടു ദ പ്ലാറ്റ്ഫോം. സോ എനിക്ക് കുറച്ച് ടൈം വേണമെന്ന് തോന്നുന്നു പഠിക്കാൻ. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിൽ. സോ കീപ് സപ്പോർട്ടിങ് മീ. ലൈക്ക് ഇടുക, ഷെയർ മൈ വീഡിയോ, സബ്സ്ക്രൈബ് മൈ വീഡിയോ, ബെൽ ബട്ടൺ അടിച്ചു പിടിക്കുക. ബൈ.